നമ്മുടെ അടുത്ത പേജിലെ ഫിഗേഴ്സ് നമുക്ക് വരയ്ക്കാം. അപ്പോൾ അടുത്ത ടെക്സ്റ്റിലെ ഫിഗേഴ്സാണ് മിസ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. ഈ ഫിഗേഴ്സൊക്കെ നമുക്ക് ഇനി വരയ്ക്കാം. നോക്കാം. ഹലോ മക്കളെ, നമ്മളപ്പോൾ ഇന്ന് നോക്കാൻ പോണത് വന്നിട്ട് ഇനി അടുത്തത് ട്രയാങ്കിളാണ്. ട്രയാങ്കിൾ വരയ്ക്കാൻ വേണ്ടി മിസ് ആദ്യം തന്നെ എന്ത് വരച്ചിട്ടു? ഒരു ലൈൻ വരച്ചിട്ടു. ട്രയാങ്കിളിന് എത്ര സൈഡ് ഉണ്ടാവുക? 3 സൈഡാണ് ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെ ഒരു മിസ് ഒരു ഇത് വരച്ചിട്ടിട്ടില്ലേ, ലൈൻ. ആ ലൈനിൻ്റെ അവിടെ നിന്ന് മിസ് ഇനി എത്ര സെൻറ്റിമീറ്റർ വരയ്ക്കണം? 5 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് വരയ്ക്കണം. ഇനി അതേപോലെ തന്നെ മിസ് എങ്ങോട്ട് വരയ്ക്കണം? ഇവിടെ നിന്ന് ഇങ്ങോട്ടും 5 സെൻറ്റിമീറ്റർ വരയ്ക്കണം. കണ്ട, ട്രയാങ്കിൾ വരയ്ക്കണം. മനസ്സിലായ? ഇങ്ങനെ ട്രയാങ്കിൾ വരച്ചേ മിസ് എങ്ങനെ ട്രയാങ്കിൾ വരച്ചേ? ആദ്യം ഇപ്പം മിസ് ഞാൻ ഒരെണ്ണം കൂടി വരച്ച് കാണിച്ചു തരാം. ആദ്യം ഒരു വര വരച്ചു 6 സെൻറ്റിമീറ്ററിൽ. എന്നിട്ട് അവിടെ എന്ത് എഴുതി? 6 സെൻറ്റിമീറ്റർ എന്ന് എഴുതി മിസ്. അത് കഴിഞ്ഞപ്പോൾ മിസ് എന്ത് ചെയ്തു? ഈ വരയുടെ ഈ അറ്റത്തുനിന്ന് ഈ കുത്തില്ലേ, ഈ കുത്ത് മിസ് ഈ തുടക്കത്തിൽ നിന്ന് മുകളിലേക്ക്, കണ്ട, മുകളിലേക്ക് ഇതിൻ്റെ നടുഭാഗം ഏകദേശം നമുക്കറിയണം. ഇവിടെ നമുക്ക് മുകളിലേക്ക് പൊക്കി കൊടുക്കാൻ പറ്റുമല്ലോ. ഏകദേശം നോക്കിയിട്ട് എന്ത് ചെയ്തു? മുകളിലേക്ക് 6 സെൻറ്റിമീറ്റർ വരച്ചു ഒരു ലൈൻ. പിന്നെ മിസ് ഇവിടെ കൊണ്ടുവച്ചു. എന്നിട്ട് ഇതിങ്ങനെ ചരിച്ചു കൊടുത്തു. അപ്പോൾ നോക്കി 6 സെൻറ്റിമീറ്റർ വന്നാൽ കണ്ട ആ കുത്തും ഈ കുത്തും തമ്മിലുള്ള ഗ്യാപ്പ്. അപ്പോൾ മിസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു വര വരച്ചു. അതും എത്ര സെൻറ്റിമീറ്ററിലാണ് മിസ് വരച്ചേ? 6 സെൻറ്റിമീറ്ററിലാണ് മിസ് വരച്ചത്. മനസ്സിലായോ ട്രയാങ്കിൾ വരയ്ക്കാൻ? ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താ? 3 സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഈക്വൽ ആയിട്ടുള്ളതിന് എന്താ? 3 സൈഡ്സ് ഈക്വൽ ആണെന്നുള്ളത് ഏത് ട്രയാങ്കിളാ? ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. പല പല അളവെടുത്ത് ട്രയാങ്കിൾ വരയ്ക്കാം. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നത്. ഇപ്പം മിസ് പഠിപ്പിച്ച എന്തിട്ടാ? 3 ഭാഗവും ഒരുപോലെയുള്ള ട്രയാങ്കിൾ. ആ ട്രയാങ്കിളിന് എന്താ പറയുക? ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. ഇനി അടുത്ത മിസ് എന്തിട്ടാ പഠിപ്പിച്ചു തരാൻ പോണേ? അടുത്ത് പഠിപ്പിച്ചു തരാൻ പോണത് വേറെ വേറെ അളവുകൾ എടുത്തിട്ട് എന്ത് ചെയ്യണു? ട്രയാങ്കിൾ വരയ്ക്കണു. അപ്പം നോക്കാം നമുക്ക് ഏതൊക്കെ ട്രയാങ്കിളാന്ന്. അപ്പം മിസ് എന്ത് ചെയ്യണു? ഒരു ഭാഗം 3 സെൻറ്റിമീറ്റർ എടുത്തു, ഒരു ഭാഗം 5 സെൻറ്റിമീറ്റർ എടുത്തു, ഒരു ഭാഗം 6 സെൻറ്റിമീറ്റർ എടുത്തു. ഈ 3 അളവ് കൊടുത്തിട്ട് മിസ്സിന് ട്രയാങ്കിൾ വരയ്ക്കണം. അപ്പം മിസ് എങ്ങനെയാണ് വരയ്ക്കുക ട്രയാങ്കിൾ? അറിയോ മക്കൾക്ക്? ഇല്ല അല്ലേ? അപ്പം നമുക്കത് വരയ്ക്കാൻ പഠിക്കാം. ആദ്യം തന്നെ മിസ് എന്ത് ചെയ്തു? ഏറ്റവും വലിയ അളവില്ലേ, ഏറ്റവും വലിയ അളവ് എവിടെ വരച്ചു? അടിഭാഗത്ത് വരച്ചു. 6 സെൻറ്റിമീറ്റർ. കണ്ട, 6 സെൻറ്റിമീറ്റർ. അയ്യോ സോറി, മക്കൾക്ക് കണ്ടില്ല അല്ലേ? നോക്കിയേ, ഏറ്റവും വലിയ അളവ് മിസ് എവിടെ വരച്ചു? അടിയിൽ വരച്ചു. എന്നിട്ട് എന്ത് കൊടുത്തു? 6 സെൻറ്റിമീറ്റർ എന്ന് എഴുതിയിട്ടു. ഇനി മിസ് എന്ത് ചെയ്യാണ്? മിസ്സിന് ഇനി 3 കിട്ടണം, 5 കിട്ടണം. അപ്പം മിസ്സിന് അത് എന്താ ഊഹിച്ച് വരയ്ക്കാൻ പറ്റില്ല. അപ്പം മിസ് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒരു കോമ്പസിൽ നമ്മുടെ പെൻസിലൊക്കെ ഫിക്സ് ചെയ്യാൻ പോവുക. നമുക്ക് വരയ്ക്കണമല്ലോ. അപ്പം ആദ്യം തന്നെ ഈ കോമ്പസിൻ്റെ മോനെയൊക്കെ അങ്ങോട്ട് ഊരിക്കളഞ്ഞു മിസ്. കണ്ട, ഈ മോനെയൊക്കെ ഊരിക്കളഞ്ഞ് ബോക്സിലെടുത്ത് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? കണ്ട, ഇത് ഒപ്പത്തിന് വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക. ഇത് ഒപ്പത്തിന് വെച്ചിട്ട് നോക്കിയതേ, കറക്റ്റ് ഒപ്പത്തിന് വെക്കണേ. കണ്ടോ, കറക്റ്റ് ഒപ്പത്തിന് വെച്ച് ടൈറ്റ് ചെയ്യുക. മക്കളിവിടെ ഇങ്ങനെ കുത്തി നോക്കിയിട്ട് നോക്കിയേ, താഴെ ഇങ്ങനെ കുത്തി നോക്കാം. മോനെയും പെൻസിലും മുട്ടുണ്ടോയെന്ന് നോക്കാം. കണ്ട, മുട്ടുണ്ട്. അതിന് മുട്ടുണ്ടോയെന്ന് നോക്കിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? മുട്ടണില്ലെങ്കിൽ മിസ് കാണിച്ചു തരാം. ഇതിങ്ങനെ വെക്കുക. ഇത് എന്നിട്ട് പതുക്കെ താഴ്ത്തി കൊടുക്കുക. അപ്പം മുട്ടി, കണ്ട, മുട്ടണ. അപ്പം മുട്ടി കഴിയുമ്പോൾ എന്ത് ചെയ്യുക? ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി എന്താ വേണ്ടേ? ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം മിസ് എത്ര വരച്ചേക്കണേ? 6 സെൻറ്റിമീറ്റർ വരച്ചു. ഇനി 5 സെൻറ്റിമീറ്റർ വരയ്ക്കണം. അതിന് മിസ് ആദ്യം എന്ത് ചെയ്തു? ഈ കോമ്പസിനെ പതുക്കെ അടർത്തിയിട്ട് 5 സെൻറ്റിമീറ്ററിൻ്റെ ഇവിടെയിൽ, ഈ 5 സെൻറ്റിമീറ്ററിൻ്റെ ഇവിടെ കോമ്പസിൻ്റെ മോനഭാഗം കുത്തി പിടിച്ചു. എന്നിട്ട് പെൻസിലിൻ്റെ ഭാഗം പതുക്കെ വലുതാക്കി 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 സെൻറ്റിമീറ്ററിൻ്റെ അവിടെ എത്തിച്ചു. കണ്ട, മിസ് പതുക്കെ വലുതാക്കി വലുതാക്കി സെൻറ്റിമീറ്ററിലെത്തിയത്. എന്നിട്ട് നോക്കിയേ, ഈ ഭാഗത്ത് അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഭാഗത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക? കോമ്പസ് കുത്താം. എന്നിട്ട് നോക്കിയേ, ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുക. ഇങ്ങനെ ഒരു റാ വരയ്ക്കണതിന് എന്താ പറയുക? ആർക്ക്
എന്താ പറയുക ഇതിനെ? ആർക്ക്. അപ്പോൾ വര വരയ്ക്കണേന് എന്താ? കുത്തിട്ടിട്ടൊരു വര വരയ്ക്കണേന് പറയുന്ന പേരാണ് ആർക്ക്. ഇപ്പം മിസ് എത്ര സെൻറ്റിമീറ്ററിൽ ആർക്ക് വരച്ചേ? 5 സെൻറ്റിമീറ്ററിൽ ആർക്ക് വരച്ചു. ഇനി മിസ്സിന് എത്ര സെൻറ്റിമീറ്റർ വരയ്ക്കണം? 3 സെൻറ്റിമീറ്റർ വരയ്ക്കണം. അപ്പം മിസ് പിന്നെ എന്ത് ചെയ്യണു? 3 അവിടെ നമ്മുടെ കോമ്പസ് കൊണ്ടുപോയി കുത്തണു. എന്നിട്ട് പതുക്കെ നമ്മുടെ പെൻസിലിന് എന്ത് ചെയ്യണു? കുറച്ച് 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 കൊണ്ടുവന്ന് സെൻറ്റിമീറ്ററിൽ നിർത്തണു. എളുപ്പമല്ലേ? നിർത്തണു. എന്നിട്ട് എന്ത് ചെയ്ത് മിസ്? അടുത്ത ഭാഗത്ത് കൊണ്ടുപോയി കുത്തി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ആർക്ക് കട്ട് ചെയ്തു. അപ്പം ഈ രണ്ടാർക്കും കൂട്ടിമുട്ടിയില്ലേ മക്കളെ? കൂട്ടിമുട്ടിയായിരുന്നു അല്ലേ? അപ്പം ഈ കൂട്ടിമുട്ടിയ ഭാഗമില്ലേ, ഈ കൂട്ടിമുട്ടിയ ഭാഗത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? അടുത്തത് ട്രയാങ്കിൾ വരയ്ക്കാൻ. അപ്പം നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാം. നോക്കിയേ, ഇത് ഇങ്ങോട്ട് വരച്ചു, ഇതെങ്ങോട്ട് വരച്ചു? ഈ കൂട്ടിമുട്ടിയ മൂലയിൽ നിന്ന് ഇങ്ങോട്ടും വരച്ചു. കണ്ട വരയ്ക്കാൻ?